പട്ടണങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ പ്രത്യേകിച്ച് ചെറിയ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ മറ്റ് പറമ്പൊന്നുമില്ല, വേസ്റ്റ് കുഴിച്ചിടാൻ വെച്ചാൽ ഇത് വളരെ ഉപയോഗമുള്ളൊരു ഐറ്റമാണ്. ബോക്കാഷി ബക്കറ്റ് ഒരു ജാപ്പനീസ് വിദ്യയാണ്. അപ്പോൾ അതിലെങ്ങനെയാ വെച്ചാൽ എനേറോബിക്കായിട്ടാണ്, അതായത് വായുവിൻ്റെ സാന്നിധ്യം ഇല്ലാതെയാണ് സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച് ഭക്ഷണാവശിഷ്ടങ്ങൾ പുളിപ്പിച്ചെടുക്കുക ചെയ്യുക, ചീഞ്ഞു പോവുകയല്ല. ഇതിൻ്റെ ഗുണങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ അടച്ചുറപ്പുള്ള ബക്കറ്റ് ആയതുകൊണ്ട് പുറത്തേക്കും മണം വരില്ല. പിന്നെ സാധാരണ കമ്പോസ്റ്റ് പോലെയല്ല, എല്ലാ തരം ഭക്ഷണങ്ങളും ഇടാം, ഇറച്ചി, മീൻ, പാലുൽപ്പന്നം ഒക്കെ ഇടാം. പക്ഷേ ലിക്വിഡായിട്ടുള്ളത്, ജലരൂപത്തിലുള്ള ഇടാൻ പറ്റില്ല. സോളിഡായിട്ടുള്ളത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വേഗം തന്നെ ഇത് വളമായിട്ട് മാറും. 2 ആഴ്ചയാണ് ഫെർമെൻറ്റേഷൻ പീരീഡ് പറയുന്നത്. ആ ഫെർമെൻറ്റേഷൻ പീരീഡിൽ 2-3 ദിവസം കൂടുമ്പോൾ ഈ ടാപ്പിൻ്റെ കൂടെ അടിയുള്ള ടാപ്പാണിത്, അതിൽ നിന്ന് ബൊക്കാഷി ടീ കിട്ടും. അതൊരു നല്ല വളമാണ്, നേർപ്പിച്ചിട്ട് ഉപയോഗിക്കാം, നേരെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ബോക്കാഷി ബക്കറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഐറ്റംസ്. മൂടി, ഫിൽറ്റർ, ഉള്ളിൽ അതിൻ്റെ കമ്പോസ്റ്ററൊക്കെ ഉണ്ട്. ഈ ദ്വാരങ്ങളുള്ളത് ബോക്കാഷി ബക്കറ്റിൻ്റെ അടിയിൽ വെക്കാനുള്ള ഫിൽറ്ററാണ്. അതായത് ഇത് വെച്ചിട്ട്, ഫിൽറ്റർ വെച്ചിട്ട് അതിൻ്റെ മേലൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ വേസ്റ്റ് ഇട്ട് തുടങ്ങേണ്ടത്. എന്നാൽ അടിയിലേക്ക് ആ ബൊക്കാഷി ടീ അടിയിലേക്ക് ഊറി വരും. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിവാക്കി കൊടുക്കണം. ഇതാണ് ബോക്കാഷി കമ്പോസ്റ്റ് മേക്കർ. അതായത് ഇതിൽ ഇതുണ്ടാവും, സൂക്ഷ്മാണുക്കളുണ്ടാവും, പിന്നെ ഗോതമ്പിൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നത് തവിടുണ്ടാവും. ബോക്കാഷി ബ്രാൻഡ് എന്നതിന് പറയണത്. അത് നമ്മൾ ഒരു ലെയർ, 1 ഇഞ്ച് ലെയറിൽ ഭക്ഷണാവശിഷ്ടം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇത് 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം, സ്പ്രെഡ് ചെയ്ത് വെക്കണം. പിന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ ചെറുതാക്കി ഇടണതാണ് നല്ലത്, കൂടുതൽ സർഫസ് ഏരിയ കിട്ടും പൊളിപ്പിക്കാൻ. പിന്നെ അത് ഇടയിൽ വായു അധികം ഇല്ലാത്ത തരത്തിൽ വേണം ഇടാൻ. അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഇടയിൽ അധികം വായു തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാഷർ. ഇത് വെച്ച് അങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ അമർത്തി കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഇടയിൽ വായു അധികം തങ്ങി നിൽക്കില്ല. വായു കൂടുതൽ ഓക്സിജൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എനേറോബിക്കായിട്ടുള്ള ഈ മെത്തേഡിലുള്ള പുളിപ്പിക്കലിന് പകരം, ഫെർമെൻറ്റേഷന് പകരം നമ്മുടെ സാധാരണ ചീയലുണ്ടല്ലോ, ചീഞ്ഞു പോകും. അപ്പോൾ മണമൊക്കെ വരാൻ തുടങ്ങും. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എപ്പോഴും ഇതിൻ്റെ മൂടി ടൈറ്റായിട്ട് അടച്ചു വയ്ക്കണം. ഒരു ദിവസത്തിൽ 1 പ്രാവശ്യമൊക്കെ തുറക്കാൻ പാടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് തുറന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കേടായിപ്പോവും. വെള്ള നിറത്തിലുള്ള പൂപ്പൽ അതിൻ്റെ മുകളിൽ കണ്ടാൽ കുഴപ്പമില്ല. പക്ഷേ വേറെ കളറിലിട്ട് കഴിഞ്ഞാൽ അത് കേടായി എന്നർത്ഥം. പിന്നെ ഈ ബോക്കാഷി ടീക്ക് ഒരു അച്ചാറിൻ്റെ പോലെയുള്ള മണം ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ വേസ്റ്റ് എടുക്കുമ്പോഴും ആ പോലെയുള്ള മണം ഉണ്ടാവാൻ പാടുള്ളൂ. വളരെ മോശമായിട്ടുള്ള മണം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സ് തെറ്റിപ്പോയിട്ടുണ്ട് എന്നർത്ഥം. ബക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടൈറ്റായിട്ട് അടച്ച് 2 ആഴ്ച സൂക്ഷിക്കണം. എന്നിട്ടാണ് അതിൽ നിന്ന് കമ്പോസ്റ്റ് പോലെയുള്ള മെറ്റീരിയൽ കിട്ടുന്നത്. ആ സമയത്താണ് ഈ 2 ദിവസം കൂടുമ്പോൾ ബോക്കാഷി ടീ അടിയിൽ നിന്ന് ഊറ്റിയെടുക്കണം. അല്ലെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ പാടില്ല, ദോഷമാണ്. ഊറ്റിയെടുത്തത് ചെടികൾക്ക് വളമായിട്ട് അപ്പോൾ തന്നെ ഉപയോഗിക്കാം. ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ, നേരിട്ട് ഒഴിക്കരുത്. പിന്നെ അവസാനം ഉണ്ടാകുന്ന ബോക്കാഷി കമ്പോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ മണ്ണിൽ കുഴിച്ചിടാം. അപ്പോൾ അത് പിന്നെ 2-3 ആഴ്ച കഴിയുമ്പോൾ ശരിക്കുള്ള കമ്പോസ്റ്റ് പോലെ ആയി വരും, മണ്ണിര കമ്പോസ്റ്റൊക്കെ പോലെ വരും. അതല്ലെങ്കിൽ വലിയ ചെടികൾക്കാണെങ്കിൽ നേരിട്ട് കുറേശ്ശെ ചെടിയുടെ കടക്കിൽ മണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഈ കമ്പോസ്റ്റ്, ബോക്കാഷി കമ്പോസ്റ്റ്. ബോക്കാഷി ടീയുടെ കാര്യമല്ല കേട്ടോ, ടീ അതിന് മുമ്പേ ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കും. അപ്പോൾ ഒരു ബക്കറ്റ് നിറയാനുള്ള സമയവും പിന്നെ അത് കഴിഞ്ഞാൽ 15 ദിവസത്തേക്ക് അത് ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് എത്ര ബക്കറ്റ് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടി വരും, നമ്മുടെ വീട്ടിലെ വേസ്റ്റിൻ്റെ അളവനുസരിച്ചിട്ട്. പിന്നെ സാമ്പാറും കറിയും ചാറും ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, അത് ചീത്തയാവും. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മുറ്റത്തും പറമ്പിലല്ല അത് കൊണ്ടുപോയി വെക്കേണ്ടത്. വെയിലത്തും ചൂടത്തും തണുപ്പത്തൊക്കെ തണുപ്പല്ല, ഹ്യൂമിഡിറ്റി കൂടുതലുള്ളത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കേടായിപ്പോവും. വീട്ടിനകത്താണ് വെക്കേണ്ടത്, അത് ഇവർ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ കമ്പോസ്റ്റർ തീർന്നു കഴിഞ്ഞാൽ വേറെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ബക്കറ്റിൻ്റെ മുകളിൽ അതിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഉണ്ട്, വിളിച്ചാൽ അവർ ഡെലിവറി ചെയ്യായിരിക്കും. കമ്പോസ്റ്റ് മേക്കർ ഓൺലൈൻ വാങ്ങാൻ കിട്ടുമെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല, മിക്കവാറും കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ആ 2 ആഴ്ച കഴിയുമ്പോൾ ഉപയോഗിച്ച് 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് അതിലൊന്ന് വിളിച്ച് നോക്കാം.